നഴ്സിംഗ് ഡയറക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ KEA കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതാനും ചില ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യം പറയാനുള്ളത്, നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എക്സാം ഡേറ്റുകൾ മാറ്റമുണ്ടാവുമോ എന്നുള്ളത്. നമുക്കറിയാം 16, 17 തീയതികളിലാണ് മെയിനായിട്ട് വരുന്ന എൻട്രൻസ് എക്സാംസ് ഡേറ്റ് ഇട്ടേക്കുന്നത്. നമുക്കറിയാം ഈസ്റ്ററിനോടനുബന്ധിച്ച് വരുന്ന ഒരു ഡേറ്റ് ആണ്. അപ്പോൾ നിൽക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് 16, 17 തീയതികളിലാണ് എക്സാംസ് നടത്തുന്നത്. യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവുകയില്ല. മാത്രമല്ല കന്നഡ എക്സാം 18-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയിൽ നടത്താനിരുന്ന കന്നഡ എക്സാം 15-ാം തീയതിയിലേക്ക് പ്രീപോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15, 16, 17 തീയതികളിലാണ്. അപ്പം 16, 17 ആയിരിക്കും നോൺ കർണാടക സ്റ്റുഡൻസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എക്സാംസ് വരുന്ന ഡേറ്റുകൾ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 15-ാം തീയതി തന്നെ അതാത് ലൊക്കേഷനിൽ നിന്ന് എത്തിച്ചേരുവാനെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 16-ാം തീയതി രാവിലെ തന്നെയാണ് എക്സാംസ് ഒക്കെ വരുന്നത്. അപ്പം പല സെൻറ്ററുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയായിരിക്കും ഇരിക്കുക. അപ്പം 16, 17 തീയതികളിൽ തന്നെ പരീക്ഷ നടത്തും. അതിനുള്ള അറേഞ്ച്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ KEA എക്സാമിനേഷൻ അതോറിറ്റിയുടെ അടുത്ത് നമ്മൾ ഒരു കാര്യം ചോദിച്ചിരുന്നു, അതായത് ഇനിയും റീഓപ്പൺ ചെയ്യുമോ? ആപ്ലിക്കേഷൻസ് ഓൾറെഡി ക്ലോസ് ആണ്. നിരവധി കുട്ടികൾ ഇപ്പം പരീക്ഷ കഴിഞ്ഞ മുറയ്ക്ക് തീർച്ചയായിട്ടും KEAയെക്കുറിച്ച് കൂടുതൽ അറിയുകയും ആപ്ലിക്കേഷൻ ചെയ്യാതെ ഇരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ റീഓപ്പൺ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതുവരെയും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഇവിടെ പേഴ്സണലായിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചെന്ന് വരാം. പക്ഷേ കോമൺ ആയിട്ട് ഇൻഫർമേഷൻസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഈ പറയുന്ന ഇതിൻ്റെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമെയിലിലേക്ക്, KEAയുടെ മെയിലിലേക്ക് മാക്സിമം റിക്വസ്റ്റുകൾ നിങ്ങൾ അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുണ്ട്, അത് KEAയുടെ UG CET എക്സാം എഴുതാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ വീണ്ടും റീഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ കഴിവതും നിങ്ങൾ എല്ലാവരും അയക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പക്ഷേങ്കിൽ അത് കൺസിഡർ ചെയ്ത് ഒരാഴ്ചത്തേക്കെങ്കിലും അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഞാൻ അന്വേഷിച്ചതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, KEA പറഞ്ഞ അനുസരിച്ച് 1,40,000 വരുന്ന ട്യൂഷൻ ഫീസ് ഇനത്തിൽ വരുന്ന ഒരു ഫീസാണ്. കൂടുതലായിട്ട് വരുന്ന ഫീസുകൾ ഡൊണേഷൻ മുഖേനയോ അല്ലെങ്കിൽ അങ്ങനെ അമിതമായിട്ടുള്ള ഫീസുകൾ ഏതെങ്കിലും കോളേജുകൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ KEA ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുന്നതാണ്. ഇവിടെ അഡ്മിഷൻ ഫീ റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻറ്റുകൾ സമർപ്പിക്കുകയും അതിന് വേണ്ട ആക്ഷൻസ് കാര്യങ്ങൾ KEA അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും നടത്തും എന്നുള്ളതും കൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങൾ പേരൻസ് ഈ ഒരു കാര്യം ബോധവാന്മാരാകുക. കാരണം പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളൊക്കെയാണ് 14-15 ലക്ഷം രൂപയ്ക്ക് വരെ KEA വഴി വന്ന അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അടുത്തും ഫീസ് ഈടാക്കാൻ പല കോളേജുകളും ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.